ഈ കാറിന് ഇതിന്റെ ലോവർ ട്രിംസിൽ സൺറൂഫ് ഇല്ല. ഓക്കെ. അപ്പോൾ ഞാൻ ഹയർ ട്രിം എടുക്കാൻ കാരണം ആക്ച്വലി സൺറൂഫ് അല്ല, ഇതിന്റെ 360 ഡിഗ്രി ക്യാമറയാണ്. എനിക്കത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ വീട്ടില് ഞാനും എന്റെ വൈഫും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൾക്കൂടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 360 ക്യാമറയുള്ള ട്രിമ്മിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. മനസ്സിലായി. പക്ഷെ എത്തിപ്പെട്ടപ്പോ ഈ ബേസിക്കലി ഈ വണ്ടി ഒരു 13 ലക്ഷത്തിന് ഇറക്കാമായിരുന്നു ഓൺ റോഡ്. 360 പോയപ്പോ ഇത് വണ്ടി ഓൺ റോഡ് 17-30. അഡീഷണൽ ആയിട്ട് സൺറൂഫ്, 360 ക്യാമറ, പിന്നെ കുറച്ച് ഈ സ്വിച്ചസ് ഒക്കെ എന്തോ അലോയ് വീൽസ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ക്ലൈമറ്റ് കൺട്രോൾ ഇതിനകത്താണ് ഉള്ളതെന്ന് തോന്നുന്നു. ഡൗട്ടാണ്. ബേസ് മോഡലിന്റെ ഒരു കൺസോൾ ഈ ക്ലൈമറ്റ് കൺട്രോൾ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ. പക്ഷെ ഞാൻ ഈ ഒറ്റ ഫീച്ചറിന് വേണ്ടി ഞാൻ അഡീഷണൽ ഇത്രയും മണി ഞാൻ കൊടുക്കേണ്ടി വന്നു. പുറത്തുനിന്ന് ചെയ്യാത്തത് ഇത് മാനുഫാക്ചറർ ചെയ്യുന്നത് അവരുടെ കാലിബ്രേഷൻ നല്ല ടൈറ്റ് ആണ് സാധനം ചെയ്യുമ്പോൾ. പുറത്തുനിന്ന് ചെയ്യുന്ന അവര് കറന്റ്ലി ഉള്ള പ്രോസസ് എന്താന്ന് വെച്ചാല് അവരൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ട് ഒരു കാലിബ്രേഷന്റെ ഒരു യൂണിറ്റ് ആണ്, അതിലോട്ട് ഈ വണ്ടീനെ കൊണ്ട് പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്തിട്ട് 4 സൈഡും, അതായത് ഫ്രണ്ടില് 2 മിററിന്റെ താഴെ ബാക്കില് ക്യാമറാസ് വെച്ചിട്ട് ഈ ഷീറ്റിൽ കുറച്ച് മാർക്കിങ്സ് ആണ്. അപ്പൊ ഈ മാർക്കിങ്ങുമായിട്ട് ഈ ക്യാമറാസിനെ അലൈൻ ചെയ്യും. അങ്ങനെ അലൈൻ ചെയ്തിട്ട്, അപ്പൊ ഇതൊരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രോസസ് അല്ല, ഇതൊരു ടിങ്കറിംഗ് ട്യൂണിംഗ് കൈൻഡ് ഓഫ് പ്രോസസ് ആണ് വരുന്നത്. 360 കൊടുക്കുന്ന സംഭവം 4 ക്യാമറ സ്വിച്ച് ചെയ്താണ് നമ്മൾ ഫുട്ടേജ് എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഒരുപാട് വളരെ മൈന്യൂട്ട് ആയിട്ട് ഇതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോ എനിക്ക് അത്രയും ഒരു മാനുവൽ ഒരു കൈ കടത്തുള്ള ഒരു സാധനം എത്ര ടൈറ്റ് ആയിട്ട് ഇരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു ചെറിയ ഡൗട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് പിന്നെ മാനുഫാക്ചർ അല്ല ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ അഡീഷണൽ വയറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് വാറണ്ടി വോയിഡ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പുറത്തുനിന്ന് ചെയ്യുന്നത് അമ്മമാര് സമ്മതിക്കത്തില്ല. അപ്പൊ അതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാന കാരണം, ഇതൊരു ഈവൻ ഇവര് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്താൽ പോലും ഇതൊരു കോമിക്കൽ ലുക്കാണ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. പലപ്പോഴും ഇവർ ഈ കാലിബ്രേഷൻ ഒക്കെ ഒരുപാട് കാര്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ അതൊരു അത്ര, അതായത് ഈ മാനുഫാക്ചർ ഇപ്പൊ ഞാൻ ഇതിനകത്ത് കണ്ട അത്രയും ഒരു പെർഫെക്ഷൻ അതിനകത്ത് വന്നിട്ടില്ല. അപ്പോ നമ്മളതിനെ ഈ സാധനം ഞാൻ വളരെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ 360 ക്യാമറ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ ഡിസ്റ്റോർഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണ്? അതായത് ഒരു തൂണിൽ ഇടിക്കാൻ പോകുന്നു അത് കാണിക്കുന്നതും തൂണിൽ ആക്ച്വലി ഇടിക്കുന്നതും തമ്മിൽ എത്രത്തോളം കോറിലേഷൻ ഉണ്ട്? ഇത് കുറച്ച് പ്രൊആക്റ്റീവ് ആണ്. നമ്മൾ ഇടിക്കാറായാൽ പോലും ഇപ്പൊ ഇടിച്ചു എന്ന് പറഞ്ഞത് കാണിക്കും. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയി. നല്ലതല്ലേ? അതാണ്. പക്ഷെ ഞാൻ കുറച്ചും കൂടെ ഇന്റലിജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇത് വണ്ടി മേടിച്ച സമയത്ത് തന്നെ 4 ക്യാമറയും ഇപ്പം ഇടിക്കാറായി എന്നിവര് പറയുന്ന സ്ഥലത്ത് പുറത്തിറങ്ങി നോക്കി എത്ര ഗ്യാപ്പ് ഉണ്ട് എന്നൊക്കെ ഞാൻ ഓൾറെഡി മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ വണ്ടിയുടെ അതിരുകള് എനിക്കറിയാം. ക്യാമറയിൽ കാണിക്കുന്ന ഡിസ്റ്റൻസും പുറത്തുള്ള അതിരുകളും എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഇന്റലിജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു ഇതിനകത്തുള്ളൊരു യൂസ്ഫുൾ കാര്യം, ഇതിനകത്ത് ഈ സ്റ്റിയറിംഗ് തിരിക്കുമ്പോ അതായത് വണ്ടി എങ്ങോട്ട് പോകും എന്നുള്ളതിന്റെ കേർവ് കാണിക്കും. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഈ പാരൽ പാർക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതെ. പിന്നെ ഈ പാരൽ പാർക്ക് ചെയ്യുമ്പോൾ ഈ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കേർബിനോട് അടുത്ത് പാർക്ക് ചെയ്യാനും പറ്റാറുണ്ട്. നല്ലോണം ഒതുക്കിയിടാൻ പറ്റും. പലരും വണ്ടി ഒതുക്കിയിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, പിന്നെ രണ്ടാമത് നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു ഇടുങ്ങിയ റോഡിൽ കൂടെ പോകുമ്പോ ഇപ്പൊ 2 സൈഡ് വണ്ടിയൊക്കെ ഈ ഇവിടെ ഉള്ള ഒരു ട്രെൻഡാണ്. ഒരാൾ വണ്ടി ഒരു സൈഡിൽ കൊണ്ട് വെച്ചേക്കാണെങ്കിൽ അടുത്ത് വരുന്ന ആള് വേറെ അവിടെ ഫുള്ള് സ്ഥലം ഉണ്ടെങ്കിൽ പോലും ഈ വണ്ടിയുടെ ഓപ്പോസിറ്റേ കൊണ്ട് വെക്കുള്ളൂ. അത് മനഃപൂർവ്വം ചെയ്യുന്ന ആയിരിക്കത്തില്ല. പക്ഷെ ഈ വരുന്ന ഒരാൾക്കെങ്കിലും അത് അവോയ്ഡ് ചെയ്യാറുന്നില്ലേ? അത് ഞാൻ രണ്ടാമതൊരു നാൾക്ക് അവോയ്ഡ് ചെയ്യാറുന്നു. അങ്ങനെയാണ് ഇഷ്ടം പോലെ കാണാറുണ്ട്. അപ്പൊ ഈ ഇവരുടെ ഇടയിലൂടെ നമുക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ചിലപ്പോ വെളിയിൽ ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ചേട്ടാ പോട്ടെ സൈഡ് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ആരും ഇല്ലാത്തൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ ആശ്രയിക്കണ്ട, ശരണം. അപ്പൊ ആരെങ്കിലും കാണാം, അവരെനിക്ക് പറഞ്ഞു തരും. അപ്പൊ ഞാൻ ഈ ക്യാമറ നോക്കി തന്നെയാ പോകുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞാൻ ചേട്ടാ താങ്ക് യു എന്ന് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് പറയുന്നല്ലേ. അപ്പൊ ഞാൻ അക്നോളജ് ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ. അങ്ങനെ അവര് പറഞ്ഞു തരുന്നതും ക്യാമറ കാണുന്നതും തമ്മിൽ എത്രത്തോളം കോറിലേഷൻ ഉണ്ട്? അവര് നമ്മള് കുറച്ചുകൂടെ സേഫ് ആയിട്ട് വണ്ടി വരയ്ക്കാൻ നോക്കാൻ പോകുന്നത് കൊണ്ട് ഇച്ചിരി കൂടെ പതുക്കെയും ഇച്ചിരി കൂടെ പിന്നെ ഈ വണ്ടികളുടെ പ്രൊട്രൂഷൻസിനെ
മൈൻഡിൽ കീപ്പ് ടോളറൻസ് അത്രയും കീപ്പ് ചെയ്യും. അവര് കുറച്ചുകൂടെ വണ്ടി പൊക്കോ സ്ഥലമുണ്ട് അങ്ങനെ ഒരു പിന്നെ നമ്മളങ്ങനെ ചെയ്യൂല. അപ്പം അവർക്ക് കുറച്ചും കൂടെ പറ്റുമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും വണ്ടി കുറച്ചുകൂടെ പ്ലേയിങ് സേഫ് ആണ്. പിന്നെ ഐ ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഈ 360 ക്യാമറാസ് ഏവിയേഷൻ ഇൻഡസ്ട്രിയിലാണ് ഇത് മുന്നേ ഇനിഷ്യൽ വേർഷൻസ് വന്നു തുടങ്ങിയത്. ഡ്രോൺസിന് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അതെ. പിന്നെ ഈ ഇതിന്റെ ഫസ്റ്റ് ഏർലി വേർഷൻസ് വന്നിട്ടുള്ളത് നിസാന്റെ ഒരു EX35 എന്നൊരു കാർ ഉണ്ടായിരുന്നു. EX35 ഏത് വർഷത്തില്? അത് വർഷം 2006-07 കണ്ടാണ്. അത് നിസാൻ അല്ല, ആക്ച്വലി നിസാന്റെ പ്രീമിയർ കാർ ഡിവിഷൻ ഇൻഫിനിറ്റി എന്ന് പറയും. ഇൻഫിനിറ്റി ആണ് ഈ ഫീച്ചർ ആദ്യമായിട്ട് ഒരു കാറിൽ ഇറക്കിയത്. ഇൻഫിനിറ്റി EX35 ആണെന്ന് തോന്നുന്നു ആ വണ്ടി. അപ്പോ അതൊക്കെയാണ് 360 ക്യാം. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മൾ തലമൂത്ത ഡ്രൈവേഴ്സിനെ കൊണ്ട് കാറിൽ കയറുമ്പോ അവർക്ക് ഒന്നും പിടിക്കൂല. അവർക്ക് പിടിക്കൂല 360 ക്യാമറ. Real men don't use 360 cameras. Real men don't use എന്നല്ല. I mean, I find it comfortable to reverse using mirrors. എനിക്ക് 360-ലുള്ള പ്രശ്നം എന്താന്ന് പറയട്ടെ. 360-ലുള്ള മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ലൈക്ക് ടു ഗെറ്റ് മൈ കാർ ഇൻ പെർസ്പെക്റ്റീവ്. അതായത് അവിടെ ഒരു ഔട്ട് ഓഫ് ദ കാർ നമ്മുടെ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ അല്ലേ, ബേർഡ്സ് ഐ വ്യൂ ആണ്. അതായത് നമ്മൾ കാറിനകത്തല്ല, നമ്മൾ കാറിന് പുറത്തുനിന്ന് കാറിനെ നോക്കുക. ആൻഡ് അതിലോട്ട് എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പാടാം. ഞാൻ പണ്ട് ഈ മറ്റേ റേസിംഗ് ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ പോലും മറ്റേ കാർ കാണാൻ പറ്റാതെ നമുക്ക് ഫ്രണ്ടിൽ റോഡ് മാത്രം കാണുന്ന രീതിയിലാണ് ഞാൻ കളിച്ചോണ്ടിരുന്നത്. അപ്പൊ ഡാഷിന്ന് പുറത്തേക്ക് അതാണ് എന്റെ പെർസ്പെക്റ്റീവ്. ഞാൻ അവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മൊത്തം കാർ കാണിക്കുമ്പോൾ എനിക്ക് എന്തോ വേണമെന്ന് ഇറങ്ങിയോളൂ. ഈ കാറിന് എന്ത് ചെയ്താൽ ഇത് ഇങ്ങനെയൊക്കെ ആവും എന്ന് എനിക്കറിയണം. മറ്റത് ഇവിടുന്ന് ഐ മീൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് നോക്കി ഞാൻ മിറേഴ്സ് നോക്കി, റിയർ വ്യൂ നോക്കി, തിരിഞ്ഞു നോക്കിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് സംഭവമായിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു മറ്റേ ആ ഫീൽ ഉണ്ടല്ലോ. അതായത് ആ ഒരു നാച്ചുറൽ ഫീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ റിയലി ഡോണ്ട് ട്രസ്റ്റ് ദീസ് തിങ്സ്. കാരണം എനിക്ക് പണ്ട് തന്നെ പാർക്കിംഗ് സെൻസർ വെച്ചിട്ട് കുറെ ഇടി കിട്ടിയിട്ടുണ്ട്. പാർക്കിംഗ് സെൻസർ പറയുന്നതിന് മുമ്പേ സാധനങ്ങളൊന്നും ഇടിച്ച സീൻ ഉണ്ടായിട്ടുണ്ട്. അത് ഈ ചെറിയ കമ്പിയൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ ഒരു 1/2 ഇഞ്ച് പോസ്റ്റ്, 1 ഇഞ്ച് പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഈ പാർക്കിംഗ് സെൻസർ പിടിക്കുന്നതിന് അതിന് ചിലപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ അത് അവരുടെ ബ്ലൈൻഡ് സ്പോട്ട് ആണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും അത് ഞങ്ങളുടെ വീടിന്റെ അവിടെ ഉള്ള ഒരു ഗരാജിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, അതിൽ തട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം തട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സ്പെക്ട്രത്തിന്റെ അതർ എൻഡ് ആണ്. ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്, വളരെ വല്ലാണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ചുറ്റും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ റെഫറൻസ് ആയിട്ട് എടുക്കുകയും കീപ്പിംഗ് ഇൻ മൈൻഡ് ദാറ്റ് ചുറ്റും വേറെ സംഭവങ്ങൾ ഉണ്ടാകാം എന്നും. പിന്നെ വേറൊരു വലിയ കാര്യം, ഇതിനകത്തുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ കുറച്ച് ഒരു യൂസ് ടു വേണ്ടുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ അടുത്ത് വരുംതോറും നമ്മൾ ഒരുപാട് അടുക്കുന്നുണ്ട്. അതായത് ഈ ഫീഡില് നമ്മള് ഫീഡിൽ ഇപ്പൊ 1 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചോ, എങ്കിൽ നമ്മള് പുറത്ത് പിന്നെ ഒരു 10 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടാവും എന്ന് വിചാരിക്കുക. എന്നാൽ ഫീഡിൽ അറേഞ്ച് ആവുമ്പോ പുറത്തുള്ള 5 ഇഞ്ചല്ല. അല്ല, അത് കുറയും. ഞാനൊരു ഇത് പറഞ്ഞാണ്, അത് പ്രൊപ്പോർഷണൽ അല്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. അത് തുടക്കത്തിൽ അത് പ്രത്യേകിച്ച് അടുത്ത് കാണിക്കുന്ന സാധനങ്ങള് നമ്മള് വളരെ അടുത്താണ്, എന്നാൽ കുറച്ച് അകലെ ഉള്ളത് അത്ര കുറച്ച് ദൂരം കൂടുതലാണ്. അതെ. അപ്പൊ അതൊക്കെ മൈൻഡ്ഫുൾ ആയിട്ട് തന്നെയാണ് ഓടിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിന് വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കത് വളരെ യൂസ്ഫുൾ ആണ്. എന്റെ വൈഫിനും ഇത് യൂസ്ഫുൾ ആണ്. അല്ല, യൂസ്ഫുൾ, ഐ മീൻ യൂട്ടിലിറ്റിയിൽ ഒരു സംശയമില്ല. അതെ.